MOU എഗ്രിമെൻ്റ് ആയിട്ടില്ല, MOU ഒപ്പുവെച്ചു, അത് പിന്മാറി. അതുകൊണ്ട് നിയമപരമായി നടപ്പാക്കാനോ തുടരാനോ ഉള്ള ഒരു ബാധ്യതയും സംസ്ഥാനത്തിനില്ല. ഇനി കരാറിൽ ഒപ്പിട്ടവർ തന്നെ പിന്മാറിയ ചരിത്രം പഞ്ചാബിൻ്റെ കാലത്ത് സമീപകാലത്ത് ഉദാഹരണമായുണ്ട് എന്നൊക്കെ ഇരിക്കെ ആ ഫാക്ച്വൽ എററുകളെല്ലാം അവിടെ നിൽക്കുക. ഞാൻ അതൊന്നും ചോദ്യം ചെയ്തില്ല. ഇതൊന്നും അറിയാതെയാണോ നിങ്ങൾ ഇത് അറബിക്കടൽ എറിയുമെന്ന് പറഞ്ഞത്? സർക്കാർ അന്ന് തുടർച്ചയാണെന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ? അപ്പോൾ ആരെ കബളിപ്പിക്കാനായിരുന്നു അന്ന് നിങ്ങളത് പറഞ്ഞത്? കേന്ദ്രത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസവും സാക്ഷരതയും വകുപ്പിന് മാത്രമാണ് അതിൽ നിന്ന് പിന്മാറാനുള്ള വ്യവസ്ഥ പ്രകാരം അനുമതിയുള്ളത്. അതിൽ പൊതു താൽപ്പര്യാർത്ഥം ഈ കരാർ 30 ദിവസത്തെ നോട്ടീസ് നൽകി റദ്ദാക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യുന്നതിനുള്ള അവകാശം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റേതാണ്. ഇങ്ങനെ ഈ PM ശ്രീ പദ്ധതിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി നടപ്പാക്കുന്ന PM ശ്രീ പദ്ധതിയിൽ ചേരാമെന്നുള്ള ധാരണാപത്രത്തിൽ LDF സർക്കാർ ഒപ്പുവച്ച് അതിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാനത്തിന് വ്യവസ്ഥ പ്രകാരം കഴിയാത്ത സാഹചര്യത്തിൽ ഇതിൻ്റെ എല്ലാവിധ വശങ്ങളെക്കുറിച്ചും പരിശോധിച്ച് ശരി, താങ്കൾ പറഞ്ഞ ആ വ്യവസ്ഥാപിതമായി പിന്മാറാൻ പറ്റത്തില്ല എന്ന് താങ്കൾ പറഞ്ഞ ആ പോയിന്റിൽ നിന്ന് ഞാനും തുടങ്ങാം. നമുക്ക് ചർച്ച തുടരാം. അതായത് വെദർ കേരള ഹാസ് സൈൻഡ് ഓർ വിഡ്രോവൽ ഫ്രം PM ശ്രീ എലോങ് വിത്ത് ദ ഡേറ്റ്സ് ആൻഡ് ഡീറ്റെയിൽസ് ദെയർ ഓഫ്. അത് PV അബ്ദുൽ വഹാബ് മുസ്ലിം ലീഗിൻ്റെ MP ചോദിച്ചതാണ്. ഇതിനകത്ത് ദി സ്റ്റേറ്റ് ഓഫ് കേരള ഹാസ് സൈൻഡ് ദ MOU ഓൺ 23 ഒക്ടോബർ 2025 which has to be followed by transparent challenge mode for the selection of PM ശ്രീ schools. അതിൽ തന്നെ അവസാനം പറയുന്നു therefore the states that do not sign the MOU or withdraw from the scheme stand to miss out on these benefits of PM ശ്രീ scheme. അതായത് ഈ MOU ഒപ്പിടാതിരിക്കുകയോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് വിഡ്രോ ആവുകയോ ചെയ്താൽ ഈ പദ്ധതിക്കുള്ള പണം കിട്ടില്ല, PM ശ്രീക്കുള്ള സ്കീമിനുള്ള പണം കിട്ടില്ല. ഇത് മാത്രമാണ് പറയുന്നത്. ഇതേ മാർഗത്തിൽ MOU അല്ല, അതിനപ്പുറത്തേക്ക് എഗ്രിമെൻ്റായി കോൺട്രാക്റ്റായ പഞ്ചാബ് ഇതേ കരാറിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ അതിൻ്റെ ഉദാഹരണം നിൽക്കുകയാണ്. പഞ്ചാബ് നിങ്ങൾ ഭരിച്ചിട്ടുള്ള നാടാണല്ലോ, വിളിച്ചു ചോദിക്കാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് തെറ്റല്ലേ? ഒന്ന്, MOU കോൺട്രാക്റ്റ് അല്ല, എഗ്രിമെൻ്റ് അല്ല. MOU സെക്രട്ടറി തലത്തിൽ ഒപ്പിട്ടതാണ്, അതിൽ നിന്ന് പിന്മാറിയതാണ്. പിന്മാറാനായി രേഖാമൂലം തന്നെ സമീപിച്ചതാണ്. ഒന്ന്. രണ്ട്, MOU ഒപ്പിട്ടു എന്ന് പറഞ്ഞ് ഈ കരാറിൽ ബൈൻഡിങ് ആകില്ല, അത് നടത്താൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യവുമില്ല. പിന്മാറിയാൽ ഇതിൽ ലഭിച്ച പണം, ഇത് ഈ പദ്ധതിക്കുള്ള പണം ലഭിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഇന്ന് PV അബ്ദുൽ വഹാബിന് രേഖാമൂലം പാർലമെൻറ്റിൽ നിന്നും കേന്ദ്ര സഹമന്ത്രിയുടെ മറുപടിയുണ്ട്. മാത്രമല്ല, നിങ്ങൾ എന്തിനാണ് നിങ്ങൾ അധികാരത്തിലെത്തിയാൽ വലിച്ചു കീറി ഇത് അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞത്? ഇതിൻ്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കാതെയാണോ? അപ്പോൾ 3 ചോദ്യങ്ങൾ. ഒന്ന്, MOU എഗ്രിമെൻ്റ് അല്ല. രണ്ട്, MOU അല്ല, ഇനി കരാറല്ല, എന്തിൽ നിന്നും പിന്മാറാം, പിന്മാറിയാൽ അതിൽ നിയമപരമായ ഒരു ബൈൻഡിങ്ങും ഇല്ല സംസ്ഥാനത്തിന് എന്ന് തെളിവുണ്ടായിട്ടിരിക്കെ നിങ്ങൾ ഈ പറയുന്നത് വസ്തുതാവിരുദ്ധമല്ലേ? നോക്കൂ, ഇത് സർക്കാർ ഒരു തുടർച്ചയാണ്. സർക്കാരുകൾ അതിൻ്റെ തുടർച്ചയിൽ പല കാര്യങ്ങളും ചില കരാറുകളിൽ നിന്ന് പിന്മാറാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കണ്ടിന്യൂമായിട്ട് വരുന്നതാണ്. ഞാൻ പറഞ്ഞു തീർന്നില്ല. അങ്ങ് കോട്ട് ചെയ്ത വാക്കുകളിൽ തന്നെയുണ്ട് MOU സൈൻ ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള പരാമർശം അതിലുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? അതായത് കേന്ദ്രം സാമ്പത്തികമായി ഒരു സമ്മർദ്ദം സംസ്ഥാനത്തിന് മുകളിൽ ചുമത്തുന്നു. സംസ്ഥാനത്തിന് വിദ്യാഭ്യാസപരമായിട്ടുള്ള അതിൻ്റെ സ്വയംഭരണാധികാരവും സിലബസിലെ ഉള്ള സ്വയം നിയന്ത്രണ അവകാശവും കേന്ദ്രത്തിന് മുമ്പിൽ സമർപ്പിക്കുവാൻ വൈമുഖ്യമുണ്ട്. അത് രാഷ്ട്രീയമായും നയപരമായുമുള്ള ഓരോ സംസ്ഥാനത്തിൻ്റെയും അവകാശമാണ്. ഇത് തമ്മിലുള്ള ഈ നയപരമായിട്ടുള്ള ഈ നയങ്ങളും ഈ നിലപാടുകളും തമ്മിലുള്ള വിരുദ്ധമായ ഫാക്ച്വൽ എററുകളെല്ലാം ഉള്ളപ്പോൾ, അതായത് MOU എഗ്രിമെൻ്റ് ആയിട്ടില്ല, MOU ഒപ്പുവെച്ചു, അത് പിന്മാറി, അതുകൊണ്ട് നിയമപരമായി നടപ്പാക്കാനോ തുടരാനോ ഉള്ള ഒരു ബാധ്യതയും സംസ്ഥാനത്തിനില്ല. ഇനി കരാറിൽ ഒപ്പിട്ടവർ തന്നെ പിന്മാറിയ ചരിത്രം പഞ്ചാബിൻ്റെ കാലത്ത് സമീപകാലത്ത് ഉദാഹരണമായുണ്ട് എന്നൊക്കെ ഇരിക്കെ ആ ഫാക്ച്വൽ എററുകളെല്ലാം അവിടെ നിൽക്കുക. ഞാൻ അതൊന്നും ചോദ്യം ചെയ്തില്ല. ഇതൊന്നും അറിയാതെയാണോ നിങ്ങൾ ഇത് അറബിക്കടൽ എറിയുമെന്ന് പറഞ്ഞത്? സർക്കാർ അന്ന് തുടർച്ചയാണെന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ? അപ്പോൾ ആരെ കബളിപ്പിക്കാനായിരുന്നു അന്ന് നിങ്ങളത് പറഞ്ഞത്?